നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ 23 ബുധൻ. ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ നടത്തിയ വെടിവയ്പിൽ മലയാളികൾ ഉൾപ്പെടെ 27 പേർ കൊല്ലപ്പെട്ടു. ദക്ഷിണ കശ്മീരിൽ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന പഹൽഗാമിലെ ബൈസരൻ താഴ്വരയിലാണ് രാജ്യത്തെ നടുക്കിയ ആക്രമണമുണ്ടായത്. സൈനിക വേഷത്തിലെത്തിയ ഭീകരർ ഉച്ചകഴിഞ്ഞ് 3-ന് സഞ്ചാരികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. പുരുഷന്മാരെ തിരിഞ്ഞുപിടിച്ചായിരുന്നു ആക്രമണം. 2019 പുൽവാമ ആക്രമണത്തിനു ശേഷമുള്ള കശ്മീരിലെ ഏറ്റവും വലിയ ഭീകരാക്രമണമാണിത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം ശനിയാഴ്ച. സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 ആരംഭിക്കുന്ന സംസ്കാര ശുശ്രൂഷകൾക്ക് കർദിനാൾ കോളേജിന്റെ ഡീൻ കർദിനാൾ ജിയോവാനി കാർമ്മികത്വം വഹിക്കും. തുടർന്ന് മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം റോമിലെ മേരി മേജർ ബസിലിക്കയിലെത്തിച്ച് അടക്കം ചെയ്യും. സംസ്കാര ചടങ്ങുകളിൽ ലോക നേതാക്കളും 10,000-കണക്കിന് വിശ്വാസികളും പങ്കെടുക്കും. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രവേശന പരീക്ഷ ഇന്ന് ആരംഭിക്കും. പുതിയ AKG സെന്റർ ഉദ്ഘാടനം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന CPMന്റെ സംസ്ഥാനത്തെ പുതിയ ആസ്ഥാന മന്ദിരമായ AKG സെന്ററിൽ AKGയുടെ പ്രതിമയും അനാച്ഛാദനം ചെയ്യും. ആശാവർക്കർമാരുടെ സമരവും ഫണ്ട് ലഭിക്കാത്തതും കാരണം മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിൽ. വേനൽ മഴ തുടരുന്നതും ശുചീകരണം വൈകുന്നതും പകർച്ചവ്യാധികൾ വ്യാപകമാകാൻ കാരണമായേക്കാമെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു. നിലവിൽ പകർച്ചവ്യാധികൾ കുറവാണെന്ന ആശ്വാസത്തിലാണ് ആരോഗ്യവകുപ്പ് അധികൃതർ. സംസ്ഥാനത്തെ കരാർ ദിവസവേതനക്കാരുടെ ശമ്പളം പരിഷ്കരിച്ചതനുസരിച്ച് കാറ്റഗറി 1-ൽ വരുന്ന ഓഫീസ് അസിസ്റ്റന്റ്, ഹെൽപ്പർ ഉൾപ്പെടെയുള്ള ദിവസവേതനക്കാർക്ക് പരമാവധി മാസശമ്പളം 19,170 രൂപയും കരാർ ജീവനക്കാരുടേത് 19,310 രൂപയുമായി പുതുക്കി. ഇതുപോലെ മറ്റ് കാറ്റഗറികളിലുള്ളവർക്കും ശമ്പള പരിഷ്കരണം നടത്തിയിട്ടുണ്ട്. മുതലപ്പുഴയിൽ ഭാഗികമായി പൊഴിമുറിക്കാനുള്ള നടപടികൾ മുന്നേറുന്നു. വ്യാഴാഴ്ചയോടെ കണ്ണൂർ അഴീക്കലിൽ നിന്നുള്ള വലിയ ഡ്രഡ്ജർ എത്തിച്ച് മണൽ പൂർണ്ണമായി നീക്കാമെന്ന് അധികൃതർ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് പൊഴി ഭാഗികമായി മുറിക്കാൻ സമരസമിതിയും മത്സ്യത്തൊഴിലാളി സംഘടനകളും അനുവാദം നൽകിയത്. ആശാ വർക്കേഴ്സിനും അംഗൻവാടി ജീവനക്കാർക്കും പിന്നാലെ കുടിശ്ശിക വേതനവും വേതന വർധനയും ആവശ്യപ്പെട്ട് സ്കൂൾ പാചക തൊഴിലാളികൾ സമരത്തിൽ. 2 മാസത്തെ വേതനം കുടിശ്ശികയായതിനെ തുടർന്ന് CPIയുടെ പോഷക സംഘടനയായ AITUCയുടെ കീഴിലുള്ള സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ സെക്രട്ടേറിയറ്റിനു മുന്നിൽ രാപകൽ സമരം ആരംഭിച്ചു. കോട്ടയം ദമ്പതികളെ രാത്രിയിൽ വീടിനുള്ളിൽ കയറി ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി. തിരുനക്കര ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ ശ്രീവത്സം വീട്ടിൽ TK വിജയകുമാർ, ഭാര്യ മീര വിജയകുമാർ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. തിങ്കളാഴ്ച രാത്രി 10-ന് ശേഷമാണ് കൊലപാതകമെന്ന നിഗമനം. വ്യോമസേന ജീവനക്കാരനായിരുന്ന വിജയകുമാർ സ്വയം വിരമിച്ച ശേഷം ദുബായിലായിരുന്നു. തിരിച്ചെത്തിയാണ് നാട്ടിൽ ബിസിനസ് ആരംഭിച്ചത്. അദ്ദേഹത്തിന്റെ മുൻ ജീവനക്കാരനായ അസം സ്വദേശിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജകീയ സ്വീകരണമൊരുക്കി സൗദി. പ്രധാനമന്ത്രിയുടെ വിമാനം സൗദിയിൽ വ്യോമാതിർത്തി കടന്നതോടെ റോയൽ സൗദി എയർഫോഴ്സിന്റെ F-15S വിമാനങ്ങൾ ഇരുവശത്തും അകമ്പടി നൽകി. തുറമുഖ നഗരമായ ജിദ്ദയിലെ വിമാനത്താവളത്തിൽ 21 ഗൺ സല്യൂട്ട് നൽകി ആചാരപൂർവ്വമായിരുന്നു വരവേറ്റത്. പുതിയ ചീഫ് സെക്രട്ടറിയെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേരുന്ന മന്ത്രിസഭായോഗം തീരുമാനിക്കും. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഈ മാസം 30-ന് വിരമിക്കുന്ന സാഹചര്യത്തിലാണിത്. ശാരദയുടെ പിൻഗാമിക്ക് സംസ്ഥാനത്തിന്റെ 50ാമത് ചീഫ് സെക്രട്ടറി എന്ന പ്രത്യേകതയുമുണ്ട്. സിവിൽ സർവീസ് 2024 പരീക്ഷാഫലം. ആദ്യ 100 റാങ്കിൽ 6 മലയാളികൾ. ആദ്യ 5 റാങ്കിൽ 3 റാങ്കുകളും പെൺകുട്ടികളാണ് കരസ്ഥമാക്കിയത്. മലയാളികളിൽ ഏറ്റവും ഉയർന്ന റാങ്ക് ആൽഫ്രഡ് തോമസിനാണ്. 5ാം ശ്രമത്തിൽ സിവിൽ സർവീസ് എത്തിപ്പിടിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് പാലാക്കാരൻ ആൽഫ്രഡ് തോമസ്. കഴിഞ്ഞ 4 തവണയും ലക്ഷ്യം നേടാനായില്ല. 5 വർഷത്തെ കഠിനാധ്വാനമാണ് ഇപ്പോൾ ഫലമണിഞ്ഞത്. പഠനത്തിനായി ദിവസവും 10 മണിക്കൂറോളം മാറ്റിവെക്കുമായിരുന്നുവെന്ന് ആൽഫ്രഡ് പറയുന്നു. കേരള സിലബസ് സ്കൂളുകളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലെ പുതിയ അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തക വിതരണം ഇന്ന് ആരംഭിക്കും. സംസ്ഥാനതല ഉദ്ഘാടനം 12-ന് കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വൈദ്യുതി ലഭ്യത കുറയുന്ന സാഹചര്യത്തിൽ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തി KSEB. സംസ്ഥാനത്ത് പലയിടത്തും രാത്രി ഉപയോഗം കൂടുന്ന സമയങ്ങളിൽ 10 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഫീഡർ ഓഫ് ചെയ്താണ് ലോഡ് ഷെഡിംഗ് നടപ്പാക്കുന്നത്. സംസ്ഥാനത്ത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗങ്ങളായ 1 ലക്ഷത്തോളം പേർ ജോലിക്ക് ഹാജരാകുന്നില്ല.
ആകെയുള്ള 14 ലക്ഷത്തിൽ പരം അംഗങ്ങളിൽ 13 ലക്ഷത്തോളം പേർ മാത്രമാണ് ജോലിക്കെത്തുന്നതെന്ന് കണക്കുകൾ ലഭിച്ചതോടെ ഇതേക്കുറിച്ച് പഠിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. സംസ്ഥാനത്ത് 26 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. മണിക്കൂറിൽ 30 മുതൽ 40 വരെ കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഒക്ടോബർ 31 മുൻപായി രാജ്യത്തെ എല്ലാ ബാങ്കുകളുടെയും വെബ്സൈറ്റ് വിലാസം മാറ്റാൻ റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകി. സൈബർ തട്ടിപ്പുകൾ തടയുന്നതിനായി ഇനി എല്ലാ ഇന്ത്യൻ ബാങ്കുകളുടെയും വിലാസം bank.in എന്ന രൂപത്തിലായിരിക്കും അവസാനിക്കുക. മിന്നും വേഗത്തിൽ കുതിച്ചുയർന്ന സ്വർണ്ണവില. ഇന്നലെ ഗ്രാമിന് 275 രൂപ വർദ്ധിച്ചതോടെ 1 പവൻ സ്വർണത്തിന് 74,320 രൂപയായി. ഓഹരി കുതിപ്പ് 6ാം ദിനവും നിക്ഷേപകരുടെ ആസ്തിയിൽ 33.55 ലക്ഷം കോടി രൂപയുടെ വർധന. പോയ വർഷത്തെ മികച്ച കായിക താരങ്ങൾക്കുള്ള ലോറൻസ് പുരസ്കാരം സ്വീഡിഷ് പോൾവാൾട്ട് താരം ആർമാൻ ഡുപ്ലൻഡസിനും US ജിംനാസ്റ്റിക് സീമോൺ ബൈൽസിനും ലഭിച്ചു. പാരീസ് ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള മികച്ച പ്രകടനത്തിനാണ് ഇരുവരും പുരുഷ വനിതാ താരങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്സിൽ കേരളത്തിന് ഇന്നലെ 5 വെങ്കലം. IPL ലക്നൌവിനെതിരെ ഡൽഹിക്ക് 8 വിക്കറ്റ് ജയം. ഇതോടെ ഇന്നത്തെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.